ഒന്നുകൂടി ഞാൻ പറയട്ടെ, വെറുപ്പൊന്നും കരുതണ്ട, കരുതിയാൽ കുഴപ്പമൊന്നുമില്ല, പറയണം. അവകാശപ്പെടാത്തൊരൊറ്റ സംഗതിയും സ്വീകരിക്കരുത്. അത് സർക്കാരിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും ശരി, പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും ശരി, വേറെ ഏത് വകുപ്പിന്ന് കിട്ടുന്നതാണെങ്കിലും ശരി. കേരളത്തിന്റെ കണക്കിനനുസരിച്ച് കാർഡ് ഇവിടെ എത്ര 3-4 റേഷൻ കാർഡ് എത്ര കളറിലുള്ള ആർക്കും റേഷൻ കാർഡ് ഇല്ല. ഞാൻ 3 കളറാ അല്ല, ഇനി വരുന്ന എളുപ്പമുള്ള 3 എന്നെ കണക്കൊന്നും അറിയുന്നത് 3. ഈ 3 കളറിൽ ഏറ്റവും തോന അരി കിട്ടുന്ന മഞ്ഞ, ചോപ്പ്, എല്ലാവർക്കും അത് കിട്ടണം. അപ്പൊ ഫോം പൂരിപ്പിക്കാനും ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വരുന്ന വിദ്വാനോട് തനിച്ച ഹറാമ് സമ്പാദിച്ച് മക്കളെ പോറ്റിന് മക്കളെ കുറ്റം കിട്ടതാവും. ദ്വാരക്ക് ഓലക്കെങ്ങനെ ആയിട്ടെന്ന് അറിയുമ്പോൾ ദ്വാരക്കാനാകൂല, എല്ലാത്തിനും ദ്വാരക്ക് അവർ പണിയൊന്നുമില്ലേ? നിങ്ങൾ ആദ്യം കൊടുത്ത അന്നേതാ, ഏതാ ഭക്ഷണം, നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണോ അല്ലേ? അള്ള തന്ന വരുമാനം മൂടി വെച്ചിട്ട് വാർഷിക വരുമാനം 3000 എഴുതി കൊടുക്കുക, എന്നാ കിട്ടുന്നത്. തൽക്കാലം കാറും ഈ ഏക്കർ കണക്കിന് ഭൂമിയും ഇതൊക്കെ വേറൊരാളെ പേരിലേക്ക് എഴുതി മാറ്റും. എന്തിന്? ഈ മാസപ്പടി കിട്ടുന്ന അരികൾക്ക് വേണ്ടിയിട്ട്. നമ്മുടേത് തന്നെയാണ് താൽക്കാലികമായി മറ്റൊന്നിലേക്ക് മറിച്ചിട്ട് കാർഡ് കിട്ടിയതിന് ശേഷം പിന്നെ അത് ഇങ്ങോട്ടാക്കിയിട്ട് റെഡിയാക്കാന്നുള്ള രൂപത്തിലുള്ള യുക്തി തന്ത്രം ഈ രൂപത്തിൽ വാങ്ങിച്ചെടുക്കുന്നത് കൂട്ടുന്നത് തികച്ചും തെറ്റല്ലേ സഹോദരങ്ങളെ? അന്യനെ അവകാശപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് കയ്യിലൊതുക്കുന്നത്? എല്ലാവർക്കും കൂടുതൽ കിട്ടുന്നതാണ് വേണ്ടത്. അള്ള തന്ന വാർഷിക വരുമാനം 3 ലക്ഷമുണ്ടോ, അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ കിട്ടേണ്ടത് വെള്ളക്കാർഡാണോ, കിട്ടുന്ന അവകാശം വാങ്ങിയാൽ മതി. അവകാശപ്പെടാത്തത് എന്തിനു സ്വീകരിക്കണം? ശരിയല്ലേ പറഞ്ഞത്? തെറ്റായി തോന്നുന്നുണ്ടോ ചോദിക്ക. സർക്കാരിന്റെ ഉസ്താദ് എങ്ങനെയും വാങ്ങിക്കൂടാൻ പറ്റൂല, നിയമമുണ്ട് ഇസ്ലാമിന്. എങ്ങനെയും വാങ്ങാം, അത് പറ്റൂല. എന്തിനല്ലാണ്ട്